ഒരു മെക്സിക്കൻ യുവാവ് ഒരു വർഷം മുഴുവൻ ഒരു പഴയ ഇലക്ട്രിക് സ്കൂട്ടറിൽ അതിന്റെ ഇരുവശങ്ങളിൽ വലിയ ചാക്കുകളുമായി പ്രതിദിനം അതിർത്തി കടന്നു പോകുമായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ തങ്ങളുടെ കണ്ണിന് മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സത്യം ഒരിക്കലും കണ്ടില്ല. ഒരിക്കലൊരു ബോർഡർ പെട്രോൾ ഏജന്റ് അവനെ തടഞ്ഞു. അയാൾ ചോദിച്ചു, ചാക്കിനുള്ളിൽ എന്താണുള്ളത്? അവൻ ശാന്തമായി മറുപടി പറഞ്ഞു, പഞ്ചസാര. അത് കേട്ടപ്പോൾ ഏജന്റിന് സംശയം തോന്നി. അവനെ സ്കൂട്ടറിൽ നിന്നും താഴെ ഇറക്കി ചാക്കുകൾ തുറന്ന് പരിശോധിച്ചു. പക്ഷേ അതിനുള്ളിൽ ഉണ്ടായിരുന്നത് വെറും വെളുത്ത പഞ്ചസാര മാത്രം. എങ്കിലും അവർ അവനെ പിടിച്ചു വെച്ചു. പഞ്ചസാര പരിശോധനയ്ക്ക് അയച്ചു. ഫലം വന്നപ്പോൾ അത് ശരിക്കും സാധാരണ പഞ്ചസാര തന്നെയായിരുന്നു. അടുത്ത ദിവസം തന്നെ അവനെ വിട്ടയച്ചു. പിന്നെയും അയാൾ ചാക്കുകളിൽ പഞ്ചസാര നിറച്ച് അതിർത്തി കടത്തി. അങ്ങനെ ഒരു മുഴുവൻ വർഷവും അവൻ ഓരോ ദിവസവും അതേ കാര്യം തന്നെ ചെയ്തു. അതേ പഴയ ഇലക്ട്രിക് സ്കൂട്ടർ, അതേ 2 ചാക്കുകൾ, അതേ മറുപടി. ബോർഡർ ഏജന്റ് അവനെ മറിച്ചും തിരിച്ചും സ്കാൻ ചെയ്തു. പക്ഷേ ഒരിക്കൽ പോലും അവർക്ക് നിയമവിരുദ്ധമായ കടത്തുവസ്തുക്കൾ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. ഒരു ദിവസം അയാൾ പെട്ടെന്ന് വരാതായി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതേ ഏജന്റ് ടെക്സസിലെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് അയാളെ കണ്ടു. ഏജന്റ് തന്റെ ടേബിളിൽ നിന്നും എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് നടന്നു. സത്യം പറയൂ, നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. അന്ന് നീ യഥാർത്ഥത്തിൽ എന്താണ് സ്മഗിൾ ചെയ്തിരുന്നത്? മെക്സിക്കൻ ശാന്തമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇലക്ട്രിക് സ്കൂട്ടേഴ്സ്. ഇത് കേട്ട ഏജന്റ് ഒരു നിമിഷം ഞെട്ടി. അപ്പോഴാണ് റെസ്റ്റോറന്റിന്റെ പുറത്ത് പാർക്ക് ചെയ്യുന്ന സ്കൂട്ടേഴ്സ് അയാൾ ശ്രദ്ധിച്ചു നോക്കുന്നത്. ഇത്രയും നാൾ ഏജന്റ് ചാക്കുകളെ മാത്രമാണ് പരിശോധിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ കടത്തിക്കൊണ്ടിരുന്നത് സ്കൂട്ടേഴ്സ് ആണെന്ന് അപ്പോഴാണ് അവന് മനസ്സിലായത്. മെക്സിക്കൻ യുവാവ് എഴുന്നേറ്റ് പോകുമ്പോൾ അയാൾ ഒരു വാചകം മാത്രം പറഞ്ഞു, മിക്ക ആളുകളും ചാക്കുകൾ മാത്രം ശ്രദ്ധിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ തിരിച്ചറിയാനാവൂ. മിക്ക ആളുകളും പരാജയപ്പെടുന്നത് അവർ കഠിനമായി പരിശ്രമിക്കാത്തത് കൊണ്ടല്ല, എല്ലാവരും കാണുന്നതേ അവരും കാണുന്നുള്ളൂ എന്നതുകൊണ്ടാണ്.